ഇന്നലെ നടന്ന കോപ്പ ഡെൽറയുടെ ആദ്യപാദ സെമി ഫൈനലിൽ ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും 4-4 എന്ന സ്കോറിന് സമനിലയിൽ പിരിയുകയുണ്ടായി. ഇന്നലെ നടന്ന മത്സരത്തിൽ കളി ആരംഭിച്ച ഉടനെ അത്ലറ്റിക്കോ മാഡ്രിഡ് ലീഡെടുത്തെങ്കിലും ബാഴ്സലോണ തിരിച്ചടിക്കുകയായിരുന്നു. മത്സരം തുടങ്ങി ആദ്യ 6 മിനിറ്റിൽ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് 2 ഗോളിന് ലീഡെടുത്തിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിനായി ജൂലിയൻ അൽവാരസ്, അന്റോണിയോ ഗ്രീസ്മാൻ എന്നിവരാണ് ഗോൾ നേടിയത്. എന്നാൽ കളിയുടെ ആദ്യ ഹാഫിൽ തന്നെ ബാഴ്സലോണ 3 ഗോൾ തിരിച്ചടിച്ചതോടെ ആദ്യ ഹാഫ് അവസാനിക്കാൻ നേരം ബാഴ്സലോണ 3-2 എന്ന സ്കോറിന് ലീഡിലായിരുന്നു. ബാഴ്സയ്ക്കായി 19-ാം മിനിറ്റിൽ പെഡ്രിയും 21-ാം മിനിറ്റിൽ കുബാഴ്സിയും 41-ാം മിനിറ്റിൽ ഇൻഡിഗോ മാർട്ടിനസുമാണ് ബാഴ്സയ്ക്കായി ഗോൾ സ്കോർ ചെയ്തത്. ആദ്യ ഹാഫിന്റെ ഇടവേള സമയത്ത് ബാഴ്സയ്ക്ക് 3-2 എന്ന സ്കോറിന്റെ വ്യക്തമായ ലീഡുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാം പകുതിയിൽ 74-ാം മിനിറ്റിൽ ബാഴ്സയ്ക്കായി റോബർട്ട് ലെവൻഡോവ്സ്കി ഗോൾ നേടിയതോടെ ബാഴ്സ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ 4-2 എന്ന സ്കോറിന് ലീഡ് നേടുകയായിരുന്നു. ലെവൻഡോവ്സ്കിയുടെ ഗോളിന് ശേഷം ഓരോ ബാഴ്സ ആരാധകരും വിചാരിച്ചിട്ടുണ്ടാവണം ബാഴ്സ ഈ കളിയിൽ വിജയിക്കാൻ പോകുകയാണ് എന്നത്. എന്നാൽ കളിയുടെ അവസാന നിമിഷത്തിലേക്ക് അടുത്തപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സയുടെ ഡിഫൻസ് ബ്രേക്ക് ചെയ്ത് 2 ഗോൾ കൂടി നേടിയതോടെ കളി സമനിലയിൽ അവസാനിക്കുകയായിരുന്നു.